കഴിഞ്ഞ 40-ലധികം ദിവസമായി സെക്രട്ടേറിയറ്റിൽ നടയിൽ നടക്കുന്ന ആശാസമരത്തെ മുൻനിർത്തി SUCIയെ സംബന്ധിക്കുന്ന കുറേയധികം ചർച്ചകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർന്നു വരികയുണ്ടായി. ആശാസമരത്തിൻ്റെ ഔദ്യോഗികമായ നിലപാടുകളും മറ്റും നിർണയിക്കുന്നതും മാധ്യമങ്ങളുടെ മുമ്പിൽ ബഹുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും അത് ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ്റെ നേതാക്കളാണ്. ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം SUCI കമ്മ്യൂണിസ്റ്റിൻ്റെ നിലപാട് ഒന്ന് തൊഴിലാളി സമരങ്ങളോട് ജനകീയ സമരങ്ങളോടുള്ള SUCI കമ്മ്യൂണിസ്റ്റിൻ്റെ നിലപാടെന്താണ് വിശദീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് സവിശേഷമായി ഒന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഈ ആശാസമരത്തിൻ്റെ മുമ്പിലെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുക എന്നതാണ്. നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരങ്ങളിൽ ഏർപ്പെടുന്നതും സമരങ്ങളുടെ ഭാഗമാകുന്നതും ഏറിയ പങ്ക് നമ്മൾ കാണുന്നത് അവരുടേതായ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ വരെയാകാം. അങ്ങനെയുള്ള സമരങ്ങൾ നമ്മൾ കാണാറുണ്ട്. SUCI ജനകീയ സമരങ്ങളിലും തൊഴിലാളി പ്രക്ഷോഭങ്ങളിലും ഇടപെടുന്നത് ഒരു തരത്തിലുമുള്ള സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടല്ല, സങ്കുചിതമായ പാർലമെൻ്ററി താല്പര്യങ്ങൾ വെച്ചുകൊണ്ടല്ല. അത് നിങ്ങൾക്കൊക്കെ നന്നായി അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിത മുന്നണിയുടെ ഭാഗമായി നിലകൊണ്ടുകൊണ്ട് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിക്കുകയും അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല. വളരെ നന്നായി മാധ്യമപ്രവർത്തകർക്ക് അത് അറിയാവുന്നത്. ഏറിയ പങ്ക് സന്ദർഭങ്ങളിലും SUCI കമ്മ്യൂണിസ്റ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒറ്റയ്ക്കാണ്. സ്വന്തം കരുത്തിനെ ആശ്രയിച്ച് SUCI ഉയർത്തിപ്പിടിക്കുന്ന സമര രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് മത്സരിക്കുക. തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടം സൃഷ്ടിക്കാൻ കഴിയും എന്നതിനും അപ്പുറത്ത് ജനസമരങ്ങളുടെ ശരിയായ ജനസമരങ്ങളുടെ ന്യായമായ ജനസമരങ്ങളുടെ സന്ദേശം ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും പോലെ ഈ പാർലമെൻ്ററി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. അതുകൊണ്ട് ജനസമരങ്ങളിൽ SUCI കമ്മ്യൂണിസ്റ്റ് ഇടപെടുന്നത് എന്തെങ്കിലും സങ്കുചിതമായ പാർലമെൻ്ററി താല്പര്യങ്ങൾ വെച്ചുകൊണ്ടല്ല. മറ്റൊന്ന്, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജനസമരങ്ങളിൽ ഇടപെട്ട് SUCI കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ ഒരു സവിശേഷമായ ക്രെഡിറ്റ് സ്ഥാപിച്ചെടുക്കുക, ഒരു അവകാശവാദം ഉന്നയിച്ച് സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യവും ഇല്ല SUCI. നിങ്ങൾക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ 40-40 ദിവസമായി നടക്കുന്ന ചർച്ചകളിൽ കുറേയൊക്കെ അത് പുറത്തു വന്നിട്ടുണ്ട്, വെളിച്ചത്ത് വന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരുപക്ഷെ വിജയം വരിച്ചതെന്ന് പറയാവുന്നൊരു സമരമാണ് കേരളയിൽ വിരുദ്ധ ജനകീയ സമരം എന്ന് പറയുന്നത്. ആ സമരത്തിൽ SUCIയുടെ പ്രവർത്തകർ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സംഘാടനത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് SUCIയുടെ കൊടി പിടിച്ചോ ബാനർ പിടിച്ചോ നടത്തുന്ന ഒരു സമരമല്ല. അത് ജനങ്ങളുടെ സമരമാണ്. ജനകീയ സമരങ്ങൾ, ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ജനങ്ങളുടെ സമര ഉപകരണങ്ങളെന്ന നിലയിൽ നയങ്ങൾക്കിരയാവുന്ന ജനങ്ങളുടെ കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട്, പീപ്പിൾസ് കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് ഫൈറ്റ് ചെയ്യുക എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയവും. അതുമാത്രമാണ് വ്യവസ്ഥിതിയുടെ നയങ്ങൾക്കിരയാവുന്ന നിരാലംബരും നിരാശ്രയരുമായ സാധാരണ മനുഷ്യരോടൊപ്പം നിന്ന് അവരുടെ സമരസമിതികൾക്ക് രൂപം നൽകി ആ സമരസമിതികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് SUCIയുടെ പ്രഖ്യാപിത പ്രവർത്തന പദ്ധതി എന്നത്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിഫലേച്ഛയില്ലാതെ ഉള്ളൊരു പ്രവർത്തനം, ഒരു പുണ്യപ്രവർത്തനം എന്ന നിലയിലല്ല, മറിച്ച് അത് ദീർഘകാല അടിസ്ഥാനത്തിൽ സമൂഹത്തിന് നൽകുന്ന ജനാധിപത്യവൽക്കരണത്തിൻ്റെ പാഠങ്ങൾ. രാഷ്ട്രീയ പാഠശാലയാണ് ജനകീയ സമരങ്ങൾ.
ജനങ്ങൾ പ്രബുദ്ധതയാർജിക്കുന്നത്, എല്ലാത്തരം സങ്കുചിതത്വങ്ങളും ഭേദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ ഒരു ശക്തിയായി മാറുന്നത്, ജനാധിപത്യത്തിൽ ജനങ്ങൾ നിർവഹിക്കേണ്ടുന്ന കടമ നിർവഹിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത് ജനകീയ സമരങ്ങളാണ്. ആ വിധത്തിൽ പ്രബുദ്ധമായ ഒരു ശക്തിയായി ജനങ്ങൾ മാറുന്നൊരു ഘട്ടത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിന് കളമൊരുങ്ങും എന്നതാണ് SUC ലക്ഷ്യം വയ്ക്കുന്നത്. രാഷ്ട്രീയം SUC ലക്ഷ്യം വയ്ക്കുന്നത് അടിസ്ഥാന സാമൂഹ്യ പരിവർത്തനമാണ്. ആ പരിവർത്തനത്തിന് അനുരോധമായ നിലയിൽ ജനങ്ങളെ ഉയർത്തിയെടുക്കുക, അവരെ രാഷ്ട്രീയമായി ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് SUCക്കുള്ളത്. മറ്റൊരു ലക്ഷ്യവുമില്ല. ഇപ്പോൾ ഈ ആശാസമരത്തെ മുൻനിർത്തി SUC മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ഇടവന്നു. പക്ഷെ ഇതിനു മുമ്പ് നടത്തി വിജയം വരിച്ച ഇപ്പോൾ വെളപ്പിൽശാല സമരം SUC റോൾ വഹിച്ച സമരമാണ്. ഈ ആശാസമരത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന യസ്മിനി ആ സമരത്തിൽ അറസ്റ്റഡായതാണ്, നിങ്ങൾക്കറിയാവുന്ന. രാത്രിയിൽ മഹിജയോടൊപ്പം ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. കേരള വിരുദ്ധ സമരം ഞാൻ പറഞ്ഞു. ചെങ്ങറ സമരം, ഭൂരഹിതരായിരുന്ന പാവപ്പെട്ട മനുഷ്യർ, ഏറ്റവും അധസ്ഥിതരായിരുന്ന ജനങ്ങളുടെ സമരമാണ്. ആ സമരത്തിൻ്റെ നായകനായിരുന്ന ലാഹഗോപാലൻ സാറ് SUCയെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും SUC എവിടെങ്കിലും വന്ന് ഏതെങ്കിലും പത്രപ്രവർത്തകരോടോ പൊതുമധ്യത്തിലോ അത് SUC നയിക്കുന്ന സമരമാണ്, SUCയുടെ സമരമാണ് എന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. ജനങ്ങൾ ഒരുമിച്ച് ചേരുക, സ്വന്തം ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്താൻ ജനങ്ങളെ പ്രാപ്തമാക്കുകയാണ് ജനകീയ സമരങ്ങളുടെ SUC ലക്ഷ്യം വയ്ക്കുന്നത്. ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ജനങ്ങളെ പ്രാപ്തരാക്കുക, അവർ ഉയർന്ന പ്രബുദ്ധതയുള്ളവരായി കാര്യശേഷിയുള്ളവരായി മാറുക. അതിന് ജനകീയ പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുത്ത് സംഘടിപ്പിക്കുക, ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആര് സംഘടിപ്പിച്ചാലും ആ പ്രക്ഷോഭങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം അതാണ്. ഇത് ഇക്കഴിഞ്ഞ ജനുവരി 22-ന് CPIയുടെ ജോയിൻറ്റ് കൗൺസിൽ, CPIയുടെ എന്ന് പറയണ്ട, ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ സമരത്തിന് ആഹ്വാനം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് വാസ്തവത്തിൽ ഈ സമരത്തെ നയിക്കുന്ന ആ യൂണിയൻ്റെ ആശയ നേതൃത്വം എന്ന് പറഞ്ഞാൽ CPI ആണ്. ജോയിൻറ്റ് കൗൺസിൽ ആഹ്വാനം ചെയ്ത സമരമാണ്. ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് SUC ഇറക്കിയ 10,000 പാർട്ടിയുടെ മുഖപത്രത്തിൻ്റെ കോപ്പികൾ കേരളത്തിലെ 14 കളക്ട്രേറ്റുകളിലും സർക്കാർ ജീവനക്കാർക്കിടയിൽ വിതരണം ചെയ്തു. സമരമാണ്. അതിജീവനത്തിനായി സർക്കാർ ജീവനക്കാർ നിർഭയ പോരാട്ടത്തിന് തയ്യാറെടുക്കുക, അതായിരുന്നു എല്ലാ സമരങ്ങളും. A.K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കറുത്ത ഉത്തരവിറക്കിയ സർക്കാർ ജീവനക്കാർക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായി. അന്ന് വളരെ വലിയൊരു പ്രയത്നമാണ് SUC നടത്തിയത്. പ്രത്യേകിച്ച് ബഹുജനങ്ങളെ ആ സമരത്തിനെതിരാക്കിയ ഒരു സാഹചര്യത്തിൽ പാർട്ടി രംഗത്ത് വന്ന ആ പ്രക്ഷോഭത്തെ വിജയിപ്പിച്ചെടുക്കാൻ വളരെയധികം അധ്വാനിക്കുകയുണ്ടായി. ഏത് സമരത്തോട് സ്വീകരിക്കുന്നൊരു സമീപനം അതാണ്. SUCക്ക് അതിലൂടെ എന്തെങ്കിലും രാഷ്ട്രീയമായ ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന. ഞാൻ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. മാധ്യമങ്ങളെ തന്നെ കാണുന്നത് വളരെ അത്യപൂർവമായിട്ട്. ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മളുടെ ഒരു ശൈലി അതല്ല. ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിലകൊള്ളുക, സത്യസന്ധമായി നിലകൊള്ളുക, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊരുതുക, ഏതറ്റം വരെയും പോകാൻ, എന്ത് ക്ലേശങ്ങൾ സഹിക്കാനും തയ്യാറാവുക, സമർപ്പിതമായി വേലയെടുക്കുക ജനങ്ങൾക്ക് വേണ്ടി. അതാണ് SUCയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മർമ്മം അതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ CPI, CPM, ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ അവരെ നമ്മൾ ഓർമ്മിക്കുക. ഇടതുപക്ഷ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പ്രസ്ഥാനമല്ല, അത് നിലപാടാണ്. ലെഫ്റ്റ് പൊളിറ്റിക്സ് നിലപാടാണ്. നിലപാടെന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ പോരാട്ടം, ചെറുത്തുനിൽപ്പ്. അതാണ് ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ മർമ്മം എന്ന് പറയുന്നത്, കാതലെന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് SUC പ്രവർത്തിക്കുന്നത് എല്ലാ രംഗത്തും. SUC അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി യോജിച്ചുള്ളൊരു പ്രക്ഷോഭത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഉള്ളത്. 2014 സഖാവ് പ്രകാശ് കാരാട്ട് SUCയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് പ്രഭാഷ് ഘോഷിനെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ്, ഞാൻ SUCയുടെ സ്റ്റേറ്റ് ഓഫീസിലേക്ക് വരികയാണ്, എനിക്കൊന്ന് കാണണം, സംസാരിക്കണമെന്ന്. നമുക്ക് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്, ഒരുമിച്ചുള്ളൊരു പോരാട്ടത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന്. പ്രഭാഷ് ഘോഷ് പറഞ്ഞ്, സഖാവ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പ്രഭാഷ് ഘോഷ് സഖാവ്
CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയാണ് 6 പാർട്ടി കോമ്പിനേഷൻ ഉണ്ടായത്, 6 പാർട്ടി സഖ്യം ഉണ്ടായത്. അപ്പോൾ ഒരു വൈമുഖ്യം കൂടാതെ അതിൻ്റെ ഭാഗമായി ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുക. ആ ലക്ഷ്യമാണ് SUCI കമ്മ്യൂണിസ്റ്റ്. അതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആശാസമരത്തെ പിന്തുണയ്ക്കുന്നത്. ആശാസമരം SUCIയുടെ സമരമല്ല. അങ്ങനെ ഒരു കേന്ദ്രം പ്രചരിപ്പിച്ചാൽ, ആ രീതിയിലൊരു പ്രചാരണം നടത്തിയാൽ അത് ആശമാർക്കിടയിലും എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഇടവരുത്താം, അത് സഹായിക്കും. അങ്ങനെ ആശമാരെയും SUCIയെയും വേർതിരിച്ച് കൊണ്ടുവന്നാൽ അത് സമരത്തെ കൈകാര്യം ചെയ്യാൻ അത് സഹായകരമാകുമെന്ന് കരുതിക്കൊണ്ടാവാം അങ്ങനെ പറയുന്നത്. SUCIയുടെ സമരമല്ല. ആ സമരം നയിക്കുന്നത് ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്, കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ എന്ന് പറയും. ആ വർക്കേഴ്സ് അസോസിയേഷനാണ് അതിനെ നയിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് UNA, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. കേരളത്തിലെ നേഴ്സുമാരുടെ അവകാശ പോരാട്ടത്തിൻ്റെ രംഗത്ത് സമർപ്പിതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. SUCI ആ സംഘടനയായിട്ടും സഹകരിക്കുന്നുണ്ട്, വളരെയധികം ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ CPMകാരുണ്ട്. ഒരുപക്ഷെ CPMകാരായിട്ടുള്ള ആളുകളാണ്, CPM കുടുംബങ്ങളിൽ നിന്നിട്ടുള്ള ആളുകളാണ് ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷനിലെ മെമ്പർമാരിൽ വലിയൊരു പങ്ക്. അതിൽ BJPക്കാരുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ, ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു യോജിപ്പ്, ഒരു ഐക്യം തൊഴിലാളികളുടെ സൃഷ്ടിച്ചെടുത്താണ് ആ യൂണിയൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് SUCIയുടെ സമരം എന്ന് പറഞ്ഞാൽ SUCIയുടെ കൊടി വെച്ച് നടത്തുന്ന സമരമാണ്. SUCI അത്തരം സമരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പാർലമെൻറ്റ് മാർച്ചും സെക്രട്ടേറിയറ്റ് മാർച്ചും അത്തരത്തിലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ആശാസമരം നയിക്കുന്ന ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ്. അതിൻ്റെ നയങ്ങളും അതിൻ്റെ പരിപാടികളും ആവിഷ്കരിക്കുന്നത് ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമിതിയാണ്. 40-ലധികം അംഗങ്ങളുള്ള അതിൻ്റെ സംസ്ഥാന കമ്മിറ്റികൾ തീരുമാനിക്കും. അതിൽ ബഹുഭൂരിപക്ഷ ആളുകൾ ആശാപ്രവർത്തകരാണ്. ഈ പ്രവർത്തനത്തിലൂടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വന്തം പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള കാര്യപ്രാപ്തി നേടിയ ആശാപ്രവർത്തകരെ നിങ്ങൾ കാണുകയുണ്ടായി കഴിഞ്ഞ 40 ദിവസത്തിലധികമായി. അവരാണ് സംസാരിക്കുന്നത്, അവർ മുന്നോട്ട് വരികയാണ്. കേരളത്തിലൊരു വനിതാ മുന്നേറ്റമായിട്ട് അത് മാറിയിരിക്കുകയാണ്. ഇതൊരു ട്രേഡ് യൂണിയൻ സമരമല്ല, ഒരു സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹ്യ മുന്നേറ്റമാണ്. ആശാസമരം ഒരു സാമൂഹ്യ മുന്നേറ്റമാണ്. കേരളത്തിലെ വനിതകളെ ഒരു സാമൂഹ്യ ശക്തിയാക്കി ഉയർത്തിയെടുക്കുന്ന ഒരു പ്രക്ഷോഭമാണ്. അതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ആ പ്രക്ഷോഭത്തിനെതിരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കയറുന്നില്ല. ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനാധിപത്യ ഗവൺമെൻറ്റുകളുണ്ടല്ലോ, ആ ഗവൺമെൻറ്റുകൾ തൊഴിലാളി സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. ചെന്നൈയിൽ സാംസങ് കമ്പനിയിൽ തൊഴിലാളികളുടെ സമരം ഉണ്ടായി. സാംസങ് കമ്പനിയിലെ ആ തൊഴിലാളി യൂണിയൻ നയിക്കുന്നത് CITU ആണ്. ആ സമരത്തിൽ മുൻനിരയിൽ നിന്ന് കുറച്ച് തൊഴിലാളികൾ ഇപ്പോഴും പുറത്താക്കപ്പെട്ട നിലയിലാണല്ലോ. അതെ, അവർ പുറത്താക്കപ്പെട്ട് നിൽക്കുക, അതിൻ്റെ ചർച്ചകൾ നടക്കുക, അതിൻ്റെ പണിഷ്മെൻറ്റ് എടുത്തതിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമായിട്ടില്ല. സാംസങ് സമരം അവസാനിപ്പിച്ചു. DMK ഗവൺമെൻറ് സാംസങ് കോർപ്പറേറ്റുകളുമായി ഒത്തുചേർന്നുകൊണ്ട് ആ സമരത്തെ നിന്ദ്യമായി കൈകാര്യം ചെയ്തതെന്നാണ് SUCIയുടെ അഭിപ്രായം. സാംസങ് സമരത്തെ അപ്പോൾ DMK ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, ഹരിയാനയിലെ മാരുതി ഫാക്ടറിയിൽ നടന്ന, ഗുഡ്ഗാവിൽ നടന്ന സമരം നിങ്ങൾ ആരും മറക്കില്ല. 2012 ജൂലൈ 18 കലാപത്തിന് തുല്യമായൊരു സമരം നടന്നു ഹരിയാനയിൽ ഗുഡ്ഗാവിൽ. ഒരു HR മാനേജർ കൊല ചെയ്യപ്പെട്ടു ഫാക്ടറിക്കുള്ളിൽ വെച്ച്. 100-ലധികം പേർക്ക് പരിക്കുപറ്റി. 546 സ്ഥിര ജീവനക്കാരെ പുറത്താക്കി. ഹരിയാന ഗവൺമെൻറ്റും മാരുതി മാനേജ്മെൻറ്റും ചേർന്ന് 546 തൊഴിലാളികളെ പുറത്താക്കിയതിൽ ഒരാളെ പോലും തിരികെ എടുത്തിട്ടില്ല ഈ നിമിഷം വരെയും. ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 13 ജീവനക്കാരെ, സ്ഥിര ജീവനക്കാരെ ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുക. അവരെ ജീവപര്യന്തം തടവിന് വിധിക്കാൻ ഇടവരുത്തിയത് ഹരിയാന ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തൊഴിലാളി സമരങ്ങൾക്കെതിരെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നവർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ സത്യത്തിൽ തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാൻ സഹായിക്കാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? ഏറ്റവും നിർധനരായ ആളുകൾ,
ആശമാർ ഏറ്റവും നിർധനരായ ആളുകളാണ്. അവരോട് സംസാരിച്ചാൽ വാസ്തവത്തിൽ നമ്മളുടെ ഹൃദയം അലിഞ്ഞു. മനുഷ്യത്വത്തിൻ്റെ ഒരു കണിയെങ്കിലുള്ള ആളുകൾക്ക് കേട്ടുകൊണ്ടിരിക്കാനാവില്ല. അത്രയും ഹൃദയ ദ്രവീകരണ ശക്തിയുള്ള വാക്കുകളാണ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ആശമാരുടെ സമരം, ഏറ്റവും നിർധനരുടെ സമരം, ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ സമരം, ഏറ്റവും അധികം അധ്വാനിക്കേണ്ടി വരുന്നൊരു വിഭാഗത്തിൻ്റെ സമരം. ആ സമരത്തിന് മുന്നോട്ട് വരുന്ന ആളുകളെ കേൾക്കണ്ടേ? അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ? അവിടെ ആരാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് പിറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയിട്ടാണോ ഒരു സമരത്തിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്? അങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ആയിട്ടുമില്ല. സഖാവ് AKG കുമളിയിൽ അമരാവതിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവിടെ കുടിയിറക്കപ്പെട്ട കർഷകരുടെ സമരം കാണുന്നത്. ചാടിയിറങ്ങി അവിടെ ആ സമരത്തോടൊപ്പം നിന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കാണിച്ചു തന്നത് അത്തരത്തിലും ഒരു പ്രവർത്തന ശൈലിയാണ് യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. വിഷമമുണ്ട്, സങ്കടമുണ്ട്. കേരളത്തിൽ നിങ്ങളൊന്ന് തിരിച്ച് ആലോചിച്ച് നോക്കിയേ. പിണറായി സർക്കാരിൻ്റെ തൊഴിലുവകുപ്പ് മന്ത്രിയോ അല്ലെ ആരോഗ്യവകുപ്പ് മന്ത്രിയോ പറയുകയാണ് അവരുയർത്തുന്നത് ന്യായമായ ഡിമാൻഡാണ്, അവരുടെ വേദന പരിഹരിക്കേണ്ടതുണ്ട്, അവർക്ക് ആശ്വാസം നൽകേണ്ടതുണ്ട്, അതിനായി ഞങ്ങൾ പരിശ്രമിക്കും, അവരെ വിളിച്ച് ചർച്ച നടത്തും, അതിനെന്താണോ ചെയ്യേണ്ടുന്നത് അത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ബാക്കി സംസ്ഥാനങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച തരത്തിലുള്ള തൊട്ടയൽവക്കത്തെ DMK ഗവൺമെൻറ്റിനടക്കം എത്ര നിന്ദ്യമായ രീതിയിലാണ് സാംസങ് സമരം അടിച്ചൊതുക്കിയത്. ആ സമരത്തെ അടിച്ചൊതുക്കാൻ മുൻകൈയെടുത്ത DMK സർക്കാരിനടക്കം അതൊരു സൂചനയായേനെ. ഉണ്ടായോ അങ്ങനൊരു സമീപനം? ഉണ്ടായില്ല. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നിരക്കുന്ന സമീപനമല്ല. ഇത് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. വേദനയോടാണ് പറയുന്നത്. ഒരു ഫ്രീ സോണിൽ രാഷ്ട്രീയം പ്രവർത്തിക്കുക, കളിക്കുക, രാഷ്ട്രീയ സൗഭാഗ്യങ്ങൾക്കായി നിലനിൽക്കുന്ന പാർലമെൻ്ററി സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുക. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. അത് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ പോരാട്ടമായിരിക്കണം. മറിച്ച് CPM അനുവർത്തിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ നയങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ നയങ്ങൾ സ്വന്തം നയങ്ങളാക്കി മാറ്റിയിരിക്കുക. മൂലധന നിക്ഷേപത്തിന് വേണ്ടി എന്ത് പരിപാടി എടുക്കും? മൂലധന നിക്ഷേപം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നിങ്ങൾ ഓർത്തോ, മാധ്യമപ്രവർത്തകർ പുറത്തു കൊണ്ടുവരണം. മാധ്യമപ്രവർത്തകരും പണിയെടുക്കുന്നവരായതുകൊണ്ട് ഞാനിത് പറയുന്നത്. സാംസങ് ഇറക്കിയ ഉത്തരവിൻ്റെ അവസാനത്തെ വാചകം ശ്രദ്ധിച്ചോ നിങ്ങൾ? സാംസങ് കമ്പനി ഇറക്കിയ ഉത്തരവ്, തൊഴിലാളികൾക്ക് എതിരെ ഇറക്കിയ ഉത്തരവിൻ്റെ അവസാനത്തെ വാചകം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തൊഴിലാളികൾ അച്ചടക്കം പാലിച്ചേ പറ്റൂ എന്ന് പറയുക. അച്ചടക്ക നടപടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുകൊണ്ട് സമരം ഒത്തുതീർന്നതിൻ്റെ ഭാഗമായി വരില്ല, അച്ചടക്ക നടപടികൾ തുടരും. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ്, മൂലധന നിക്ഷേപമാണ്, അതിന് വഴിയൊരുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. അപ്പോൾ ജനകീയ സമരങ്ങളെ, തൊഴിലാളി സമരങ്ങളെ വളർന്നു വരാൻ അനുവദിക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, ദൃഢീകരിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ അത് വേണ്ടേ? വേണ്ടേന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുക. വിഷമത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഞാൻ 10-40 ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങളെ കാണുന്നത്, SUCI. ഇത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയായിരുന്നു. പക്ഷെ വന്നിട്ടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അത് വരണ്ടേ? ലേബർ കോഡ് നടപ്പാക്കുന്ന ആ നയങ്ങൾക്കെതിരെ, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന നയങ്ങൾക്കെതിരെ നിലകൊള്ളണ്ടേ? ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്, 14-16 മണിക്കൂർ പണിയെടുക്കണം, വരികയല്ലേ? നാരായണമൂർത്തി പ്രസ്താവിച്ചത് എന്താ? ഇൻഫോസിസ് നാരായണമൂർത്തി 16 മണിക്കൂർ ചെറുപ്പക്കാർ പണിയെടുക്കാൻ തയ്യാറാകണമെന്ന് പഠിപ്പിക്കുക. ആധുനിക കാലത്തെ മുദ്രാവാക്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ നാട്ടിൽ സൊമാറ്റോയുടെ ബാഗും പിറകിൽ വെച്ച് ബൈക്ക് ഓടിച്ച് നടക്കുന്ന 14-16 മണിക്കൂർ പണിയെടുക്കുന്ന ചെറുപ്പക്കാരുണ്ടാക്കുന്ന 400 രൂപയും 500 രൂപയാണ്. ഈ നാഗർകോവിലൊരു റെയിൽവേ എഞ്ചിൻ ക്യാബിനകത്തൊരു ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു, അമിത ജോലിഭാരം കൊണ്ട്. തലയോലപ്പറമ്പിൽ ശ്യാംകുമാർ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻ്റാണ്, ആത്മഹത്യ ചെയ്തു ജോലിഭാരം കൊണ്ട്. മൂന്നാർ എഡ്യൂക്കേഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് തലയോലപ്പറമ്പിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അസിസ്റ്റൻ്റായിട്ട് ജോലി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക, അഡീഷണൽ റെസ്പോൺസിബിലിറ്റി. മരിച്ചില്ലേ? ശ്രീജ ഹെഡ് മിസ്ട്രസ് ആത്മഹത്യ ചെയ്തില്ലേ? കേരളത്തിലെ 81 പോലീസുകാർ ആത്മഹത്യ ചെയ്തില്ലേ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ? ജോലിഭാരം കൊണ്ട്. തൊഴിലാളികൾക്കൊണ്ട് പറയാൻ ആരെങ്കിലും വേണ്ട ഇവിടെ? ഈ സാഹചര്യത്തിൽ അത്രയും വേദനാകരമായൊരു സാഹചര്യമല്ലേ? അപ്പോൾ അവിടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ, ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുന്നത് ഒരു ആശാസമരമെങ്കിലും, ഒരു ആശാസമരം അത് ഉയർന്നു വരട്ടെ, അത് ഉണ്ടായി വരട്ടെ. അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടട്ടെ. പ്രക്ഷോഭങ്ങളിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മർമ്മം, കാതൽ, അതിൻ്റെ പ്രാണൻ, ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പ്രാണൻ ഈ സമരങ്ങളാണ്, ജനകീയ സമരങ്ങളാണ്. അത് ഉയർന്നു വരികയല്ലേ? അതിൻ്റെ പിറകിലാരാണെന്ന് അന്വേഷിക്കുക. അത് നോക്കിയിട്ട് അതിൻ്റെ ജാതകം തീരുമാനിക്കുക.
സമരത്തിന് ന്യായമാണോ അന്യായമാണോ തീരുമാനിക്കുക. ഇത് ലെഫ്റ്റ് പൊളിറ്റിക്സിനെ നിരക്കുന്നൊരു കാര്യമല്ല. ഞാൻ ദീർഘിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, പ്രസംഗിക്കുകയല്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് മാധ്യമപ്രവർത്തകരും പണിയെടുക്കുന്നവരെന്ന നിലയിൽ സംസാരിക്കുന്നത് കരുതിയാലും കുഴപ്പമില്ല. സത്യസന്ധമായിട്ട് പറയാം, ഈ സാഹചര്യം മുന്നോട്ട് പോകാനാവില്ല. 16-14 KSRTC തൊഴിലാളികളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാവുന്ന അവസ്ഥയാണ്. പെൻഷനില്ല, ശമ്പളമില്ല. നമ്മുടെ മുഖ്യമന്ത്രി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു, ഈ മാസം മുതൽ 1-ാം തീയതി തന്നെ KSRTC തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുന്നതായിരിക്കും. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പണിയെടുത്ത ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്, ഒരു പ്രസ്താവനയാ രൂപത്തിൽ പറയേണ്ടി വരുന്നത് സാഹചര്യം എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മളാരെങ്കിലും പണിക്ക് നിർത്തിയാൽ ഒരാൾക്ക് വൈകുന്നേരം കൂലി കൊടുക്കുമെന്ന് പത്രസമ്മേളനം നടത്തി പറയില്ല. അതാണ് സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നാൽ എന്തു വിഷമിപ്പിക്കുന്നൊരു സാഹചര്യം. ഇത്രയധികം 76-ന് ശേഷം ഇന്ത്യൻ റെയിൽവേയിൽ നിശബ്ദതയാണ്. മാടുകളെപ്പോലെ പണിയെടുത്ത് മരിക്കുക റെയിൽവേ തൊഴിലാളികൾ. ഒരു പ്രക്ഷോഭം ഉയർന്നു വരണ്ടേ? അടിച്ചൊതുക്കപ്പെടുക എവിടെ ഉയർന്നു വരുന്ന പ്രക്ഷോഭവും. ആ സാഹചര്യത്തിലാണ് ജോയിൻറ്റ് കൗൺസിലുകാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 21% DA കുടിശ്ശികയായപ്പോൾ, അവരുടെ ലീവ് സറണ്ടർ മരവിപ്പിച്ചപ്പോൾ, അവരുടെ ഏകദേശം ഒരു 40-50 കോടി രൂപയോളം സർക്കാർ കൈവശം വെച്ചപ്പോൾ അവരൊരു സമരം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് SUCയുടെ നിലപാടാണ്. എൻ്റെ അത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല, യാതൊന്നുമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തിരി വെള്ളം അങ്ങ് കാണുന്നുണ്ട്. പറയുന്നില്ലല്ലോ പറഞ്ഞു, ഇപ്പം പറഞ്ഞപ്പോൾ പറയുന്നില്ലെന്നുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞത് സാമാന്യമായൊരു കാര്യമാണ് സുഹൃത്തെ. തീർച്ചയായിട്ടും നമ്മളത് കാണുന്നുണ്ട്. നമ്മളുടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ 2 തവണ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനൊരു നിലപാടില്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ? കാരണം കേന്ദ്രം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഉണർത്തുവാൻ, അത് ഉയർത്തുവാൻ അത് ചെയ്യേണ്ടി വരത്തില്ലേ? ചെയ്യേണ്ടി വരും. അത് ചെയ്തിട്ടുണ്ട്. ശതമാനക്കണക്കിലല്ല ഇതിനെ സമീപിക്കേണ്ടത്. ഓണറേറിയം നൽകുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്നൊരു സമരം സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ളത് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് എന്താ? ഇൻസെൻറ്റീവിൻ്റെ കാര്യമാണ് ആവശ്യപ്പെടുന്നത്. ഇൻസെൻറ്റീവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായ സംഗതി ഇവരെ ജീവനക്കാരായ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു സംശയമില്ല. ഈ സമരത്തിൽ നിന്നുള്ളതല്ല, ഈ സംഘടന ഉയർത്തിക്കൊണ്ടേയിരിക്കുന്ന മുദ്രാവാക്യം അതാണ്. അതിലൊരു സംശയവും വേണ്ട. മറിച്ച് ഈ സമരം ഈ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിനിടയിൽ ആ ഡിമാൻഡ് നേടിയെടുക്കുന്നിടം വരെയുള്ള ഇടവേളയിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നൊരു ഡിമാൻഡിന് പ്രസക്തിയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഡിമാൻഡ് ഉയർത്തുമ്പോൾ ഇത് തൊഴിലാളികളുടെ ആയിട്ട് അംഗീകരിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്കീമല്ല ആശാ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ സ്കീം. ഇതിന് രണ്ടിനും നിർവചിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ വേറെയുണ്ട്. നമുക്ക് നോക്കാം, പരിശോധിക്കാം. ആശാമാരുടെ പ്രശ്നങ്ങളിൽ എന്താണോ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് തന്നെയാണ്. അത് ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യൂണിയൻ്റെതടക്കം എല്ലാ യൂണിയനുകളുടെയും നിലപാട്. ആ രംഗത്ത് പ്രവർത്തിക്കും. ഉന്നയിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും. ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമരത്തിൻ്റെ രംഗത്തത് ഉന്നയിക്കത്തില്ല. അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന ഒരു സമരത്തിലാണ് അത് ഉന്നയിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സമരത്തിൽ അങ്ങനൊരു മുദ്രാവാക്യം ഇവിടെ എല്ലാം ഉന്നയിക്കേണ്ടത് അല്ല.
അദ്ദേഹം ഉണ്ടാകുന്ന നമ്മളിപ്പോൾ വിശദീകരിക്കാൻ പറ്റും. ഞാൻ കേന്ദ്രത്തിനെതിരെയോ ഡിമാൻഡുകളിലേക്കോ അല്ല വന്നത്. ഞാൻ വന്നതേയില്ല. ഞാൻ ഉന്നയിച്ചത് ഒറ്റ കാര്യമോ സുഹൃത്തെ, എന്താണെന്നറിയോ? നമ്മുടെ ഈ ആശാസമരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഡിമാൻഡുകളിലേക്ക് വന്നില്ലല്ലോ ഞാൻ. അതെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടി രാഷ്ട്രീയമല്ല, അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാട്. തീർച്ചയായിട്ടും വലിയൊരു തർക്കമില്ല. ഒരു ഉപരിപ്ലവമല്ല. ഞാനൊരു കാര്യം തിരിച്ചു വെച്ചോട്ടെ, കൃത്യമായാണ് പറഞ്ഞത്, വളരെ കൃത്യം. SUCയുടെ നിലപാടാണ് എനിക്ക് പറയാൻ പറ്റുക. SUCയുടെ നിലപാട് ഞാൻ പറയാം. ആ നിലപാടാണ് വിശദീകരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ഈ ഒരു മേഖലയിൽ മാത്രമല്ല, ഈ എല്ലാ മേഖലയിലും സ്വീകരിക്കുന്ന ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി കൊണ്ടിരുന്ന ഈ ഇത്തരം നിയമനങ്ങൾ മുഴുവൻ വാസ്തവത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്, എതിർക്കപ്പെടേണ്ടത്. അതിന് പ്രക്ഷോഭരംഗത്താണ് നമ്മൾ. സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന, അതിൽ അഫിലിയേറ്റഡാണ് ഈ യൂണിയൻ. അവർ ആ യൂണിയൻ്റെ നേതൃത്വത്തിൽ 2 തവണ വമ്പിച്ച പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്ന നിവേദനങ്ങളിൽ എല്ലാം നമ്മൾ ആവശ്യപ്പെടുന്ന ഇതേ ഡിമാൻഡുകൾ തന്നെയാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. നമ്മളതിനെ അങ്ങനെ കാണണം. ഈ സമരം ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ടും വിരമിക്കൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ്. അതൊന്ന് പറയാൻ ഞാൻ അനുവദിക്കാം. ഒരു കാര്യം ഇല്ല. അതെ, തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞോട്ടെ. എന്തിനാ നിങ്ങൾ പകുതിയെന്നും 50% എന്നൊക്കെ പറയുന്നത്? മറിച്ച് ഓരോ ഡിമാൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിനെ സംബന്ധിച്ചാണ് ഉന്നയിക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം. ഇവരുടെ ഈ റോൾ ഉണ്ടാക്കിയത്, നിയമനം നടത്തിയത് സംസ്ഥാന സർക്കാരാണ്. ഇവരുടെ മാനദണ്ഡങ്ങൾ നിർണ്ണയിച്ചത് വലിയൊരു പങ്ക് സംസ്ഥാന സർക്കാരാണ്. ഇതപര്യന്ത ഓണറേറിയം വർദ്ധിപ്പിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതിനെ കേന്ദ്രവുമായിട്ടൊന്നും കൂട്ടിക്കലർത്തിയില്ലല്ലോ. ഇതേ യൂണിയനുകൾ ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ ഊട്ടിയിൽ ഇന്നലെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഊട്ടിയിലെ CITU യൂണിയൻ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് എന്തിനാണ് സമരം നടത്തുന്നത്? ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ രാപ്പകൽ സമരം നടത്തിയിട്ടുണ്ട്. ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് രാപ്പകൽ സമരം നടത്തിയിട്ടുണ്ട് CITU. അപ്പോൾ എന്തിനാണ് സംസ്ഥാന സർക്കാരിനോട് ഉന്നയിക്കുന്നത്? അങ്ങനെ സംസ്ഥാന സർക്കാരിനോട് ഉന്നയിക്കുന്ന CITUവിനോട് നമ്മൾ പറയാം, നിങ്ങൾ ഇവിടെ അല്ല സമരം നടത്തേണ്ടത്, കേന്ദ്രത്തിലാണ് സമരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉന്നയിക്കേണ്ടുന്നവ ഉന്നയിക്കരുതെന്നാണോ അർത്ഥം? ആ, ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന ഈ വിനി എന്ന് പറയുന്ന വ്യക്തിയെ പോലും ഞങ്ങൾ കാണുന്നത് സമരമുഖത്ത് നിൽക്കുന്ന ഒരാളായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള നിലപാട് വ്യക്തമായല്ലോ. പിന്നെ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിനെതിരെ പറയരുതെന്നാണോ അതിനർത്ഥം? അല്ലല്ല, കേന്ദ്രത്തിനെതിരെ നിലപാടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ സമരം സംസ്ഥാന സർക്കാരിനെതിരെ തുടക്കം കുറിച്ചതാണ് ആ യൂണിയൻ. ഞാൻ ഈ യൂണിയൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായി വിശദീകരിക്കാൻ കടമപ്പെട്ട ഒരാളല്ല. ഞാൻ SUCയുടെ നിലപാടാണ് പറയുന്നത്. യൂണിയൻ്റേത് മാത്രമല്ല, നമ്മളുടെ നിലപാടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിനെതിരായ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയുള്ളൊരു സമരമല്ല. അതൊരു ആസൂത്രിതമായ ഒരു പദ്ധതിയാണ്. ഇങ്ങനെ പറയുക, ബന്ധിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ഓണറേറിയം വർദ്ധിപ്പിക്കാതിരിക്കാനും സംസ്ഥാന തലത്തിൽ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനും വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ് കേന്ദ്രത്തിനെതിരെ. അങ്ങനെ അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായ സമരം ഈ കൂട്ടർ നടത്തുന്ന സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് കമ്പോണൻസാണ് ആശമാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അത് കേന്ദ്രം എന്നതുകൊണ്ട് സംസ്ഥാനം എന്നുകൊണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത് അതേ ശക്തിയോടെ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ശക്തി എങ്ങനെ നിർണ്ണയിക്കുക? നമ്മൾ ആ സമരം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആ സമരം സംഘടിപ്പിക്കുന്ന സമയത്ത് സർവ്വശക്തിയും സമാഹരിച്ച് നമ്മളവിടെ പൊരുതും. ഇവിടെ നമ്മൾ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയാൽ അവിടെ സർവ്വശക്തിയും സമാഹരിച്ച് ഇവിടെ പോരടി കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു ശൈലിയായിരിക്കണം സ്വീകരിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. ആ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ തെലങ്കാന സർക്കാർ, ആന്ധ്ര സർക്കാർ പ്രഖ്യാപിച്ചു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റിയോ മറ്റോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിക്കുക എന്നാണ് അർത്ഥം. അതുമാത്രമാണ് ആവശ്യപ്പെടുന്നത്, വേറൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. അത് ഉന്നയിക്കുമ്പം നിങ്ങൾ കേന്ദ്രത്തിനെതിരെ എന്തുകൊണ്ടാണ് സമരം പ്രഖ്യാപിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നതല്ല.
ചില വ്യക്തമായ താല്പര്യങ്ങളോടെ ഉന്നയിക്കുന്ന ആളുകൾ ഇവിടെ ഇത് ഉന്നയിക്കരുതെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഉന്നയിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അത് ജനവിരുദ്ധമാണ്, തൊഴിലാളി വിരുദ്ധമാണ് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അത് ശരിയല്ല. സംസ്ഥാനത്ത് ഇല്ലല്ലോ, നമ്മളങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇല്ല, സംസ്ഥാന സർക്കാർ അല്ലല്ല, നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യമാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ, ഇവ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അവയാണ് നൽകേണ്ടത്, അവയാണ് വർദ്ധിപ്പിക്കേണ്ടത്. അത് തുടങ്ങണം. വിരമിക്കൽ ആനുകൂല്യം ഇല്ലല്ലോ. ഒരു ഉത്തരവിറക്കി 62 വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നും പറഞ്ഞ് ആ ഉത്തരവ് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണ് ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷേ ആ ഉത്തരവ് ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ല, അത് ഫ്രീസ് ചെയ്തിരിക്കുക. ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഏത് സമയത്തും ഇതിനെ തിരിച്ചുകൊണ്ടിരാമല്ലോ. അപ്പോൾ അത് ചെയ്തിരിക്കുന്ന സംസ്ഥാന സർക്കാർ. നിങ്ങളൊന്ന് ആർത്ത് നോക്കിയേ, 62 വയസ്സിൽ വിരമിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാർ. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നോ അധികാരമുണ്ടെന്നല്ലേ അർത്ഥം? അതെ, ഈ അധികാരം വിനിയോഗിക്കണമെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ, വേറൊന്നുമില്ല. ആ അധികാരം, ഈ അധികാരം, ഇപ്പോൾ പറഞ്ഞ അധികാരം, അത് വിനിയോഗിച്ചുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചതേ, ഞാൻ ഉന്നയിച്ചത് തന്നെയാണ്. വരാതിരിക്കുമ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 62 വയസ്സ് പിരിഞ്ഞു പോകണമെന്നുള്ള ഉത്തരവ് ഇറക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാർ. തൊഴിലാളി അല്ലാതിരിക്കുമ്പോൾ, ശരി, ഞാൻ ഈ വാദത്തിന് വേണ്ടി അംഗീകരിക്കുന്നു, തൊഴിലാളി അല്ലാതിരിക്കുമ്പോഴും വിരമിക്കൽ പ്രായം 62 എന്ന് നിശ്ചയിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? അപ്പോൾ പറ്റുമെന്നല്ലേ അർത്ഥം? അത്രയേ ഉള്ളൂ. ബംഗാളിൽ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു. ഈ സമരം തുടങ്ങിയതിന് ശേഷം ആന്ധ്രയിൽ നമ്മൾ ആ വാർത്ത കേട്ടു. അപ്പോൾ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. ഞാൻ ചോദിക്കുന്ന ഈ 2 ഡിമാൻഡ് ഉന്നയിക്കുമ്പം ആ ഡിമാൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താ, നിങ്ങളെന്താ കേന്ദ്രത്തിനെതിരെ പറയാത്തത് എന്ന് പറയുമ്പം ഈ ഡിമാൻഡിനോടുള്ള നിലപാട് പറയലല്ലോ. അത് അല്ല, ഇരട്ടത്താപ്പ്. ഞാൻ കിട്ടാതെ പോകുന്നതിനെ കുറിച്ച് മിണ്ടുന്നുണ്ട്. അത് നിങ്ങളുടെ നിലയിൽ ഒരു അവതരണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഞാനത് പറയേണ്ട ആളല്ല, അത് യൂണിയൻ്റെ ആളുകളോട് ചോദിക്കേണ്ട ചോദ്യമാണ്.